Oh, hello, good morning. It's amazing, Fida, Fatima, that you're already there. So, good morning. I'm also having my cup of tea. Mm, I think I'm also a little late. And I've got a bunch of books. And it's very hot this morning. Um, it's very quiet outside. To put things on. Okay, silent mode. This is the thing about going live, okay? When I'm going live, I start getting phone calls. And I cannot disconnect from the total network because I also need the network to um, connect. Sometimes it works on the Wi Fi, sometimes it does not. Sometimes it works, sometimes it does not. Innale, somebody shared with me notes that she has been preparing. എല്ലാ വീഡിയോയിലും നിന്നുള്ള നോട്ട്സ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ആൻഡ് ദാറ്റ് വർക്ക്സ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് റിയലി ഹെൽപ്സ്. നമസ്തേ സജു. എവറി വൺസ് ഹോം. ആൻഡ് ഐ ഹവ് ഓൾസോ ഗോട്ട്, ഏത് പത്രമാണെന്നും നോക്കണ്ട കേട്ടോ. ലതികയ്ക്ക് കിട്ടി മൃതസഞ്ജീവിനി, 8 മണിക്കൂർ കൊണ്ട് ഹൃദ്രോഗ മരുന്ന്, 1 മാസത്തെ ശമ്പളം, സാലറി ചാലഞ്ച്, 1 month's സാലറി ചാലഞ്ച്, ഗഡുക്കളായി നൽകാമെന്ന് മന്ത്രി. ഗഡുക്കളുടെ ഇംഗ്ലീഷ് എന്താണ്? അയ്യോ, അതിനുണ്ട് കേട്ടോ ഒരു വാക്ക്, ബട്ട് ഐ കാണ്ട് റിമെമ്പർ. So, couple of questions to you. We read a few morning Kirti. We read a few books earlier. Hey Sheetal, what do you think about those books? Do you remember any of the books that we read earlier? കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ വായിച്ച ഏതെങ്കിലും പുസ്തകം ഓർമ്മയുണ്ടോ? അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? എൻഡ് ഓഫ് ദി ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതല്ലേ. ഞാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമ കാണില്ലേ, അപ്പോഴും പ്രയോജനപ്പെട്ടില്ല ശീതല. അപ്പോഴും എപ്പോഴും അതിലൊരു ഘടുക്കൾ വിനി ഇൻസ്റ്റാൾമെൻറ്റ്സ്. കറക്റ്റ് വലിയ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അത് ഞാൻ ആലോചിച്ചു, ഒരു കൃത്യമായിട്ടുള്ള വാക്കുണ്ട്, കടുക്കൾ. ഇറ്റ് ക്യാൻ ബി ഗിവൻ എസ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. കറക്റ്റ്. ക്രിസ്റ്റൻ മോർണിംഗ്. അതിനെ ഞാൻ മറ്റേ വെറുതെ ഉള്ള ഇതില്ലേ, വീഡിയോ ഗെയിംസ് ഇല്ലേ, 6 വയസ്സ് മുതൽ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഐപാഡ്. പക്ഷേ മൈൻഡ്ലെസ് ആയിട്ടുള്ള ഗെയിംസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാബിളും കുറച്ച് നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. സിമിലർലിയാണ് നമുക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുമ്പം നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് തിങ് ഇസ് ടു ഗോ ഇൻ ടു മൈൻഡ്ലെസ് എൻ്റർടൈൻമെൻറ്റ്. ഞാനും ചെയ്യും കേട്ടോ, ബിഞ്ച് വാച്ച് ചെയ്യാറുണ്ട് സീരീസൊക്കെ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നന്നാവും. ഇന്ന് എൻ്റെ കയ്യിലുള്ള ബുക്ക് റിവ്യൂസ് ആൽക്കമിസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. ആൽക്കമി ഓഫ് ഡിസയർ ആണ്. അഗി ഇന്നലെ ലൈവ് വന്നില്ല. അഗി ഇച്ചിരി മടിച്ചിയാണ്. അഗി ഇസ് ലൈക്ക് ഓക്കെ ഇന്ന് വരാം. ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ഓൾവേസ് കൺവിൻസ് ഹെർ. നിങ്ങൾക്കുള്ള അതേ പ്രശ്നം കുട്ടികളെ മാനേജ് ചെയ്യുന്നതിൽ എനിക്കുണ്ട്. സോ ഐ ഹാവ് ടു കൺവിൻസ് ഹെർ. I have to motivate her. I have to tell her that, oh look, it's going well, you should. So that's how it goes. Hey Sandeep. I have a couple of books. Sorry that Alchemist കാണുന്നില്ല. ദി ആൽക്കമി ഓഫ് ഡിസയർ ഇരിക്കുന്നു. അതാണോ ഇനി ആൽക്കമിസ്റ്റ് ഇല്ലേന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ പോളക്കോലയുടെ ബ്രീഡ വേറെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഒത്തിരി. I'm in the 5th standard. Oh, today's my brother's birthday. Yesterday's emotion cup. Oh, so sweet. I don't know what your name is. That is so sweet. ബർത്ത്ഡേക്കും സ്പെഷ്യൽ ഫങ്ഷൻസിനും കടയിൽ നിന്ന് സാധനം മേടിച്ചു കൊടുക്കാൻ ആർക്കും പറ്റും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കില്ലേ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഗിഫ്റ്റ്സ് എപ്പോഴും കുട്ടികളെ കൊണ്ട് അത് അത്രയും കാശിന് ആർട്ടിൻ്റെ സാധനങ്ങൾ മേടിച്ചാൽ മതി. സോ ഇറ്റ്സ് അമേസിങ്. കവിത വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് സൂര്യ സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഐ വുഡൻറ്റ് ഹാവ് ദ ടൈം ടു റെസ്പോണ്ട് വെരി റെഗുലർലി. പക്ഷേ യു ക്യാൻ ഇമെയിൽ മീ, യു ക്യാൻ ഓൾസോ സെൻഡ് മീ മെയിൽസ് ഇൻ ഇൻസ്റ്റഗ്രാം. So I will come back to some conversation a little later. And then I will come back to some conversation a little later. Will you repeat after me? I will come back to some conversation a little later. ഇന്ന് ഈ സെൻറ്റൻസ് ഒന്ന് പറയുമോ? ആരെങ്കിലും സംസാരിച്ചു ഐ വിൽ കം ബാക്ക് ടു ഇറ്റ് എ ലിറ്റിൽ ലേറ്റർ. അതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം. ഓക്കെ, നോക്കി ഐ വിൽ കം ബാക്ക് ടു ഇറ്റ് എ ലിറ്റിൽ ലേറ്റർ.
ഇത് തന്നെ ഇന്നത്തെ വാചകമായിട്ട് ഇത് മാത്രം മതി, ഇത്രയും ചെയ്താൽ മതി നമ്മൾ ഇംഗ്ലീഷിന്. സോ വൺ ഈസ് ബിയാട്രിക്സ് പോർട്ടർ എന്ന് പറഞ്ഞൊരു ഇത് നല്ല പ്ലേസാണ്, ഇവിടുന്ന് എപ്പോഴും ലൈവ് വരാം, ഭംഗിയുള്ള പ്ലേസാണ് അല്ലേ, എൻ്റെ ബാൽക്കണിയാണ്. ആ ഇരിക്കുന്ന മിററ് എൻ്റെ ഫാദർ ഉണ്ടാക്കിയതാണ്, സാധനമില്ലേ. സോ മൈ ഫാദർ ഡസ് എ ലോട്ട് ഓഫ് ദീസ് തിങ്സ്. അച്ഛനെ കണ്ടാണ് ഞാൻ ഇങ്ങനെ കുട്ടി സാധനങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ 2-3 കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഴയ കണ്ണാടിയാണ്, പഴയ വീട്ടിലിരുന്ന തടി വെച്ച് അച്ഛൻ കൈവച്ച് കൊത്തുപണി ചെയ്യും, നന്നായി. ഇപ്പോൾ ഒന്നും പറ്റില്ല, പക്ഷെ പണ്ട് ഒരുപാട് ചെയ്തതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഒരുപാട് എടുത്ത് കൊടുത്തു. ബിയാട്രിക്സ്, ദിസ് ഇസ് മൈ അപ്പാർട്ട്മെൻറ്റ്. യെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എൻഡിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ പുസ്തകങ്ങളൊന്ന് നോക്കിയതിന് ശേഷം. ബിയാട്രിക്സ് പോട്ടർ എന്ന് പറഞ്ഞത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഓതറാണ്. ആൻഡ് ഈ പീറ്റർ റാബിറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം വേൾഡ് ഫേമസ് ആണ്. പീറ്റർ റാബിറ്റ് ഞാൻ അദ്വികയ്ക്കും വായിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലോപ്സി ബണ്ണിയാണ് കഥ. ബിയാട്രിക്സ് പോട്ടറിൻ്റെ കഥകളുടെ ഒരു രസമുള്ള കാര്യം, ഇപ്പോൾ പീറ്റർ റാബിറ്റ് ആണെങ്കിൽ പീറ്റർ റാബിറ്റിന് ഭയങ്കര കുരുത്തക്കേടാണ്. എന്നിട്ട് പീറ്റർ റാബിറ്റ് അമ്മ പറയുന്നത് കേൾക്കാണ്ട് പനി വരും, ആ ഗാർഡനിൽ ഇപ്പോൾ പോയി ക്യാരറ്റ് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ് മോഷ്ടിച്ചിട്ട് ഓൾമോസ്റ്റ് പിടിക്കപ്പെടാറാവും, പേടിച്ച് തിരിച്ചു വരും, അങ്ങനെയൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുക, കഥ രസകരമാവുക. സുധാമൂർത്തി പുസ്തകം ഉണ്ട് കേട്ടോ, അധികം ഇല്ല എൻ്റെ കയ്യിൽ, പക്ഷേ ഞാൻ തപ്പിയെടുക്കട്ടെ. ഐ റെഡ് ദിസ് ബുക്ക്, വെരി ഗുഡ്. പിന്നെ വാല്യൂസും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ പറയുന്ന ഫോർ ഓൾ ലിറ്റിൽ ഫ്രണ്ട്സ് ഓഫ് മിസ്റ്റർ മെക്ഗ്രെഗർ ആൻഡ് പീറ്റർ ആൻഡ് ബെഞ്ചമിൻ. ഇത് കണ്ടോ, ഇതാണ് ഒരു 3 വയസ്സ് 4 വയസ്സ് മുതൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട പോലത്തെ പുസ്തകങ്ങൾ. ഇതിനേക്കാളും അക്ഷരങ്ങൾ കുറഞ്ഞിട്ട് നിറയെ പിക്ചേഴ്സിൽ മറ്റേ കുറച്ച് അക്ഷരങ്ങളുള്ള പുസ്തകങ്ങളുണ്ടാവും. അത് ഈവൻ ബെറ്റർ, വളരെ തുടങ്ങുമ്പോൾ. കാരണം കൊച്ചുങ്ങൾക്ക് ഇത്രയും ബോറടിക്കും. ഹായ് ബ്രോലൻ, അപ്പോൾ കുറച്ചൊന്ന് വായിക്കാം. ഞാൻ പരമാവധി നിർത്താതെ. സോഫോറിക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ സോപ്പോരിഫിക് ഈ സോപ്പോരിഫിക്കിൻ്റെ അർത്ഥമൊന്നും എനിക്കും അറിയില്ല. എല്ലാം ആമസോണിൽ കിട്ടും കേട്ടോ. ബിയാട്രിക്സ് പോട്ടറിൻ്റെ പുസ്തകങ്ങളെല്ലാം ആമസോണിൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒക്കെ PDF വേർഷൻസ് ഉണ്ടാവും. പുസ്തകം എന്നത് വായിക്കാനുള്ളതല്ലേ, അപ്പോൾ വായിക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പഴയ പബ്ലിക്കേഷൻസാണ് ഇതൊക്കെ നമുക്ക്. അതുപോലെ ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട്, ഞാനത് തപ്പിയെടുത്തിട്ട് ഷെയർ ചെയ്യാം. ഇഷ്ടം പോലെ പഴയ പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ താങ്ക് യു ചെമീസോൺ. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് വായിക്കുമ്പോഴേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഡിജിറ്റൽ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലല്ലേ, നമ്മുടെ കയ്യിൽ ഫോണാണ്, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലല്ലേ. ഒരിക്കലും നമ്മൾ വിഷ്വൽ ഓഡിറ്ററി കിനെസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ. ഡിജിറ്റൽ ഒരിക്കലും നമ്മുടെ എല്ലാ ലേണിംഗ് സ്റ്റൈലിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യില്ല. പുസ്തകം ഇങ്ങനെ എടുത്ത് വായിക്കുകയും പേജ് മറിക്കുകയും അതിൻ്റെ ശബ്ദം കേൾക്കുകയും മണം ഇഷ്ടമുള്ളവരൊക്കെ ഇല്ലേ. അപ്പോൾ അതിൽ പുസ്തകത്തിനോട് ആ ഒരു സൗഹൃദവും അടുപ്പവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ കുറച്ച് ആൾക്കാർക്ക് ഡിജിറ്റൽ വളരെ ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ ലേണിംഗ് സ്റ്റൈലിൻ്റെയാണ്. സോ ലെറ്റ്സ് റീഡ്. ഹായ് അജിത്, മോർണിംഗ്. ലെറ്റ്സ് റീഡ് The Tale of the Flopsy Bunnies. Hi, Kunhu. It is said that the effect of eating too much lettuce is soporific. Soporific എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കുക. I have never felt sleepy after eating lettuces, but then I am not a rabbit. They certainly had a very soporific effect upon the Flopsy Bunnies. ഉറക്കം വന്നു എന്ന് തന്നെയായിരിക്കും. When Benjamin Bunny grew up, he married his cousin Flopsy. They had a large family and they were very improvident and cheerful. I don't know the meaning of improvident. We'll have to search up. I do not remember the separate names of their children. They were generally called the Flopsy Bunnies. Separately പേരറിയില്ല. മൊത്തമായിട്ട് അവരെ എന്താ വിളിച്ചിരുന്നത്? The Flopsy Bunnies. As there was not always quite enough to eat. Do you have enough to eat? Especially at this time, do you have enough to eat? As there was not always quite enough to eat, Benjamin used to borrow cabbages from Flopsy's brother, Peter Rabbit, who kept a nursery garden. Sometimes Peter Rabbit had no cabbages to spare. Spare എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്.
When this happened, Mr. McGregor's garden. Mr. McGregor's garden Peter Rabbit ഒരിക്കൽ കുടുങ്ങിപ്പോയത്. When this happened, the Flopsy bunnies went where? They went across the field. എവിടെ? To a rubbish heap. കൂമ്പാരം കൂടി നിൽക്കുന്നത്. In the ditch. ഈ റബിഷ് എവിടെയാണ് കൂമ്പാരം കൂടി നിൽക്കുന്നത്? In the ditch. കുഴി. എവിടെ? Outside Mr. McGregor's garden. Mr. McGregor's rubbish heap was a mixture. Mixture ആയിരുന്നു. എല്ലാത്തിനും കൂട്ടിക്കൊഴിച്ചിട്ടിരിക്കുമായിരുന്നു. എന്താണ്? There were jam pots and paper bags and mountains of chopped grass from the mowing machine, which always tasted oily, and some rotten vegetable marrows and an old boot or two. കണ്ടോ? പല മിക്സ്ചർ ഉണ്ട്. ജാം പോട്ട്സ് ഉണ്ട്, പേപ്പർ ബാഗ് ഉണ്ട്, ഒരു മൗണ്ടൻസ് ഓഫ് കട്ട് ചെയ്ത ഗ്രാസ് ഉണ്ട്. ഗ്രാസിന് ഓയിലിൻ്റെ രുചിയാണ്. അഴുകിയ വെജിറ്റബിൾ മാരോസ് എന്ന് പറഞ്ഞാൽ തണ്ടോ അതിനുള്ളിലുള്ളതായിരിക്കും. ആൻഡ് an old boot or two. One day, oh joy, there were a quantity of overgrown lettuce which had shot into flower. ലെറ്റസ് പൂവായി കഴിയുമ്പോഴത്തേക്ക് ഓവർഗ്രോൺ ആയി. അപ്പോൾ എന്ത് പറ്റി? വൺ ഡേ ഓ ജോയ്, സന്തോഷം പറയണം. വൺ ഡേ ഓ ജോയ്, there were a quantity of overgrown lettuces which had shot into flower. Thank you, Preja. The Flopsy bunnies simply stuffed lettuces. Stuffed. By degrees, one after another, they were overcome with slumber. Slumber എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക. By degrees, പതുക്കെ കഴിച്ച് എന്ത് പറ്റി? They were overcome with slumber. അവർ ഉറങ്ങിപ്പോയി. And lay down in the mown grass. മോമോനെ പുറത്തിട്ടിരിക്കുകയാണ്. ഇവിടെ വിളിക്കാം, ഇല്ലെങ്കിൽ എന്നെ കഴിച്ചുകൊണ്ടിരിക്കും. മോൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത്, ഇങ്ങനെ ലോൺ മൂവർ എന്ന് കേട്ടിട്ടില്ല, ഇങ്ങനെ വെട്ടി കൃത്യപ്പെടുത്തിയ ഗ്രാസ്. ബെഞ്ചമിൻ വാസ് നോട്ട് സോ മച്ച് ഓവർകം ആസ് ഹിസ് ചിൽഡ്രൻ. കമ്പാരിറ്റീവ്ലി ബെഞ്ചമിൻ വാസ് നോട്ട് സോ മച്ച് ഓവർകം ആസ് ഹിസ് ചിൽഡ്രൻ. ബെഞ്ചമിൻ്റെ കുട്ടികളോട് പോലെ അത്ര ഉറക്കം വന്നില്ല. Before going to sleep, he was sufficiently wide awake. നല്ല പ്രയോഗമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് he was sufficiently wide awake. Sufficiently എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉണർന്നിരിപ്പുണ്ടായിരുന്നു. എന്തിന്? To put a paper bag over his head. എന്തിന്? Before going to sleep, ഉറങ്ങുന്നതിന് മുൻപ് what was he? He was sufficiently wide awake. To put എന്ത് ചെയ്യാനായിട്ട്? To put a paper bag over his head. എന്തിനാണ് to put a paper bag over his head? എന്തിനാണ് പേപ്പർ ബാഗ് തലയിലിടുന്നത്? To keep off the flies. ഈച്ചകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. The little Flopsy bunnies slept delightfully in the warm sun. Little Flopsy bunnies എന്ത് ചെയ്തു? അവർ സന്തോഷത്തോടു കൂടി delightfully warm sunനിൽ ഉറങ്ങി. From the lawn beyond the garden came the distant clackety sound of the mowing machine. From the lawn, എവിടെയാണ്? Lawn beyond the garden. From കണ്ടോ? സജീറിന് ഒറ്റയടി വെച്ചിട്ടോ. പുസ്തകം വായിക്കുമ്പോഴേക്കും വ്യൂ നോക്കിയിരിക്കുക. From the lawn beyond the garden came the distant clackety sound. Clack, clack, clack sound. എന്തിൻ്റെയാണ്? mowing machine. The blue bottles buzzed about the wall. And a little old mouse picked over the rubbish among the jam pots. The blue bottles and they buzzed around the wall. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. And a little old mouse എന്ത് ചെയ്തു? Picked over the rubbish among the jam pots. I can tell you her name. She was called Thomasina Tittlemaus, a wood mouse with a long tail. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടി പഴയ മൗസിൻ്റെ പേരെന്താണ്? I can tell you her name. She was called എന്താണ്? Thomasina Tittlemaus, a wood mouse with a long tail. ഇതാണ് Thomasina Tittlemaus, being around the jam pots. She rustled across the paper bag and awakened Benjamin Bunny. ചില വാക്കുകൾ ശ്രദ്ധിച്ചില്ല, അതിൻ്റെ ഉച്ചാരണത്തിൽ തന്നെ അതിൻ്റെ സൗണ്ട് തന്നെ അതിൻ്റെ പ്രയോഗത്തിൽ വരും. ഷി റസിൽഡ്, ഇങ്ങനെ റസിൽഡ് അക്രോസ് ദ പേപ്പർ ബാഗ് ആൻഡ് അവേക്കൻഡ്. ആര് ഉണർത്തി? ബെഞ്ചമിൻ ബണ്ണിയെ. ദ മൗസ് അപ്പോളജൈസ്ഡ് പ്രൊഫ്യൂസ്ലി. ഒരുപാട് അപ്പോളജൈസ് ചെയ്തു. ഐ അപ്പോളജൈസ് പ്രൊഫ്യൂസ്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്പോളജൈസ് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത ആർക്കെങ്കിലും കൃത്യം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള മീനിങ് മനസ്സിലാവേ. And said that she knew Peter Rabbit. The mouse apologized profusely and said, "What? Oh, I know Peter Rabbit." Oh, glad to know, Anuradha. Lovely. 5th grade is awesome.
While she and Benjamin were talking, while she and Benjamin were talking, close under the wall, they heard a heavy tread above their heads, and suddenly Mr. McGregor emptied out a lap full of lawn mowing right upon the top of the sleeping Flopsy bunny. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഹെവി ട്രെഡ് അബവ് ദ ഹെഡ്സ് കേട്ടു, സൗണ്ട് കേട്ടു. എന്നിട്ട് മിസ്റ്റർ മെക്ഗ്രെഗർ എന്ത് ചെയ്തു, ഒരു വലിയ ചാക്ക് നിറച്ച് പുല്ല് വെട്ടിയത് ഉറങ്ങിക്കൊണ്ടിരുന്ന ഫ്ലോപ്സി ബണ്ണീസിൻ്റെ തലയിലേക്ക് ഇട്ടു. ബെഞ്ചമിൻ എന്ത് ചെയ്തു, ഷ്രാങ്ക് അണ്ടർ ഹിസ് പേപ്പർ ബാഗിനുള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിപ്പോയി. ദ മൗസ് ഹിഡ് ഇൻ എ ജാം പോട്ട്. മൗസ് ആണെങ്കിൽ എന്തെളുപ്പാണല്ലേ. The little rabbits smiled sweetly in their sleep under the shower of grass. They did not awake because the lettuce had been സോപ്പോറിഫിക് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നതെന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കോണ്ടെക്ച്വലി നമുക്ക് മനസ്സിലാവില്ലേ, ഉറക്കം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ്. കോണ്ടെക്സ്റ്റലി നമുക്ക് അർത്ഥം മനസ്സിലാവും, അല്ലാണ്ട് നമുക്ക് അർത്ഥം എനിക്കും അറിയില്ലായിരുന്നു. They dreamed that their mother Flopsy was tucking them up in a hay bed. Tucking them എന്ന് പറഞ്ഞാൽ ഉറക്കാൻ കിടത്തുക. അവരെന്താ സ്വപ്നം കണ്ടത്, അവരുടെ അമ്മ ഫ്ലോപ്സി അവരെ ഒരു പുല്ല് കൊണ്ടുള്ള കച്ചി കൊണ്ടുള്ള ബെഡിലേക്ക് ഇങ്ങനെ ടക്ക് ഇൻ ചെയ്യുകയായിരുന്നു. I have been good, Anis. I like that question. Hi, teacher. How have you been? I have been good. Lovely usage. Mr. McGregor looked down after emptying his sack. He saw some funny little brown tips of ears sticking up through the lawn mowing. He stared at them for some time. ഇങ്ങനെ ഷാർപ്പായിട്ട് നോക്കി, stared at that, തുറിച്ചു നോക്കി. Presently, a fly settled in one of them and it moved. Mr. McGregor climbed down on the rubbish heap. 1, 2, 3, 4, 5, 6 little rabbits, said he as he dropped them into his sack. The Flopsy bunnies dreamed that their mother was turning them over in bed. They stirred a little in their sleep, but still they did not wake up. Mr. McGregor tied up the sack and left it on the wall. Kando. What did he do? He tied up the sack and he left it on the wall. Good morning, Rasina. He went to put away the mowing machine. He went to put away the mowing machine. While he was gone, Mrs. Flopsy Bunny, who had remained at home, came across the field. She looked suspiciously at the sack and wondered where everybody was. Speed again. She looked suspiciously, സംശയത്തോടു കൂടി സാക്കിൽ നോക്കിയിട്ട് ആലോചിച്ചു ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി. Then the mouse came out of her jam pot and Benjamin took the paper bag off his head. And they told the doleful tale. ഇവിടെയും ഐ എം അസ്യൂമിങ്, ഞാൻ വിചാരിക്കുന്നു ഡോൾഫുൾ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, പ്രയാസമുള്ള, ടെറബിൾ ആയിട്ടുള്ള എന്നുള്ളതായിരിക്കും. കോണ്ടെക്ച്വലി അങ്ങനെയൊന്നും ആവാനാണ് സാധ്യത. ബെഞ്ചമിൻ ആൻഡ് ഫ്ലോപ്സി were in despair. അവരാകെ വിഷമിച്ചു. They could not undo the string. 100-year-old man വായിക്കാം. They could not undo the string. അതായത് കെട്ടഴിക്കാമോ, അതിൻ്റെ പ്രയോഗമാണിത്. കെട്ടഴിക്കാമോ എന്നുള്ളതിന് ഹായ് അനബൽ. കെട്ടഴിക്കാമോ എന്നുള്ളതിൻ്റെ പ്രയോഗമാണ് to undo something. എന്തെങ്കിലും പൂട്ടി വെക്കുക, to undo something. They could not undo the string. But Mrs. Tittlemouse was a resourceful person. ഇതും നല്ലൊരു പ്രയോഗമാണ്, resourceful person. Are you a resourceful person? I am a very resourceful person. എനിക്കിതൊക്കെ ചെയ്യാനറിയാം. ഷീസ് വെരി റിസോഴ്സ്ഫുൾ, ഷീ നോസ് കുക്കിംഗ്, ഷീ കൻ ക്ലീൻ അപ്പ്. സൂര്യ ഇസ് വെരി റിസോഴ്സ്ഫുൾ, ഷീ കൻ റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. അപ്പം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള. Mrs. Tittlemouse was a resourceful person. She nibbled a hole in the bottom corner of the sack. Mrs. Tittlemouse എന്ത് ചെയ്തു, she nibbled a hole. എവിടെ ഹോൾ നിബിൾ ചെയ്തു? In the bottom corner of the sack. ഇതും നല്ല പ്രയോഗമാണ്, ബോട്ടം കോർണർ. അമ്മേ, ഞാനിവിടെ വെച്ചിരുന്ന ബോക്സ് എവിടെ? ഇറ്റ് ഇസ് ഇൻ ദ ബോട്ടം കോർണർ ഓഫ് ദ ഡ്രോ. അൺഡു ഓപ്പോസിറ്റ് റീഡു ആണ്, കറക്റ്റ് ചെയ്യുക. അൺഡു റീഡു അല്ല, റീഡു എന്ന് പറഞ്ഞാൽ റീഡു ആണ്. ഐ മീൻ ടൈ ആൻഡ് അൺഡു എന്നും പറയാം. എക്സാക്ട് ഓപ്പോസിറ്റ് പ്രോബബ്ലി റീഡു ആയിരിക്കും. സോ നിബിൾഡ് എ ഹോൾ ഇൻ ദ ബോട്ടം കോർണർ ഓഫ് ദ സാക്ക്. എവിടെയുണ്ട്? ഇതിൻ്റെ ബോട്ടം കോർണറിലാണ്. Hey Anuradha, hi. I saw that you're in 5th standard. Good going. The little rabbits were pulled out and pinched to wake them. Pinched, meaning in the pinched. Nulluga. The little rabbits were pulled out and pinched to wake them. Their parents stuffed the empty sack with 3 rotten vegetable marrows, an old blacking brush, and 2 decayed turnips. അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തു? 3 റോട്ടൺ അഴുകിയ വെജിറ്റബിളിൻ്റെ ഉള്ളും
രണ്ട് ബ്ലാക്കനിങ് ബ്രഷ്, കറുപ്പിക്കുന്ന ബ്രഷും അഴുകി തുടങ്ങിയുള്ള ടേണിപ്സും. Then they all hid under a bush and watched for Mr. McGregor. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നിട്ട് മിസ്റ്റർ മെക്ഗ്രെഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. Mr. McGregor came back and picked up the sack and carried it off. എടുത്തോണ്ട് പോയി. He carried it hanging down as if it were rather heavy. പുള്ളി എന്താ അതിങ്ങനെ തൂക്കി പിടിച്ച് വലിയ വെയിറ്റ് ഉള്ളതുപോലെയാണ് കൊണ്ടുപോയത്. The Flopsy bunnies followed at a safe distance. അവരെന്ത് ചെയ്തു? ഒരു സേഫ് ഡിസ്റ്റൻസിൽ മിസ്റ്റർ മെക്ഗ്രെഗറിനെ ഫോളോ ചെയ്തു. They watched him go into his house and then they crept up to the window to listen. അവരെന്ത് ചെയ്തു? അദ്ദേഹം നടന്നു പോകുന്നത് കണ്ടു. എന്നിട്ട് they crept up to the window to listen. Mr. McGregor threw down the sack on the stone floor in a way that would have been extremely painful to the Flopsy bunnies if they had happened to have been inside. Complex statement. Mr. McGregor എന്ത് ചെയ്തു? He threw down the sack on the stone floor. He threw down the sack. എവിടെ? സ്റ്റോൺ ഫ്ലോറിൽ. എങ്ങനെ? In a way that would have been extremely painful to the Flopsy bunnies. ഫ്ലോപ്സി ബണ്ണീസിന് വളരെ വേദനയായിരുന്നേനെ. If they had happened to have been inside it, അവർ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ. So see, Mr. McGregor threw down the sack on the stone floor in a way that would have been extremely painful to the Flopsy bunnies if they had happened to have been inside it. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇത് വലിച്ചെറിഞ്ഞു, അതിനകത്ത് കുപ്പിയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിയേനെ. You've been very harsh. If you've thrown it in such a manner that if there were, bottles, glass bottles inside it, it would have broken. നമ്മൾ പറയത്തില്ലേ, ശ്രദ്ധിച്ചെറിയണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. Handle that bag carefully, otherwise whatever inside it can be broken. അങ്ങനെയുള്ള കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ, കോംപ്ലെക്സ് സെൻറ്റൻസിനെ നമ്മളൊന്ന് പ്ലേ ചെയ്ത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സെൻറ്റൻസിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. Mr. McGregor threw down the sack on the stone floor in a way that would have been extremely painful to whom? The Flopsy bunnies, if they had happened to have been inside it. Okay? They could hear him drag his chair on the flags and chuckle. 1, 2, 3, 4, 5, 6 little rabbits, said Mr. McGregor. What's that? What have they been spoiling now? Enquired Mrs. McGregor. 1, 2, 3, 4, 5, 6 little fat rabbits, repeated Mr. McGregor, counting on his fingers. 1, 2, 3. Don't you be silly. What do you mean, you silly old man? In the sack? 1, 2, 3, 4, 5, 6, replied Mr. McGregor. The youngest Flopsy bunny got up the windowsill. Mrs. McGregor took hold of the sack and felt it. തൊട്ട് നോക്കി. She said she could feel 6. She said she could feel 6. അവർക്കും 6 ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് they must be old rabbits. അവർ നല്ല പ്രായമുള്ള റാബിറ്റ്സ് ആയിരിക്കും. കാരണം they were so hard ആയിരുന്നു, ഡിഫറെൻറ്റ് ഷേപ്പും ആയിരുന്നു. Not fit to eat, but the skins will do fine to line my old cloak. കഴിക്കാൻ കൊള്ളില്ല, പക്ഷേ അതിൻ്റെ സ്കിൻ എൻ്റെ പഴയ ജാക്കറ്റില്ലേ, കോട്ട്, അതിൻ്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാമെന്ന്. Line your old clock, shouted Mr. McGregor. I shall sell them and buy myself bussy. I don't know what that is. Oh, rabbit tobacco? I shall skin them and cut off their heads. Mrs. McGregor untied the sack and put her hand inside. When she felt the vegetables, she became very, very angry. She said that Mr. McGregor had done it on purpose. On purpose എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുക. Did you do it on purpose? You did that on purpose. Don't do it on purpose. മനഃപൂർവ്വം ചെയ്യരുത്. Do something on purpose. Please don't do it on purpose. നീ മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. You are irritating me on purpose. And you're not studying on purpose. നീ മനഃപൂർവ്വം പഠിക്കാതിരിക്കുകയാണ്. I didn't do it on purpose. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഗ്ലാസ് താഴിട്ട് പൊട്ടിച്ചത്, അറിയാണ്ട് പറ്റിയതാ. On purpose. That's also something you should write down. And Mr. McGregor was very angry too. One of the rotten marrows came flying through the kitchen window and hit the youngest Flopsy bunny. It was rather hurt. The Flopsy bunny was rather hurt. Then Benjamin and Flopsy thought that it was time to go home. Benjamin and Flopsy എന്ത് മനസ്സിലാക്കി? It was time to go home. ഞാൻ പറയാറില്ലേ, it's time to finish the video now. Oh, it's time to do my life. It's time to go to the office.
Oh, it's time to eat something. It's time to, slow down. So Mr. McGregor did not get his tobacco, and Mrs. McGregor did not get her rabbit skins. But next Christmas, Thomasina Tittlemouse got a present of enough rabbit wool to make herself a cloak and a hood, and a handsome muff and a pair of warm mittens. Because Thomasina Tittlemouse ആണ് help ചെയ്തത്. Purpose is Idaho. Okay, so the tale of Flopsy bunnies. Please, please, please show this video to your little children at home. You personally would have been able to pick up a lot of oh, nice, good to know. Dinu Shivan. I'm hoping so, Sheetal. I'm hoping that she will come. I have more books, but it's about 25 minutes. ഇതിനേക്കാളും കൂടുതൽ ചെയ്താൽ you will also be bored. നമ്മുടെ ഉണ്ടല്ലോ ജനറലി നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ വളരെ ബ്രീഫാണ്. 30 seconds ആണ് മനുഷ്യരുടെ ഒരു അറ്റൻഷൻ സ്പാൻ ഉള്ളത്. അതിൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഡ്രിഫ്റ്റ് ചെയ്യും. സോ ഒരുപാട് ഞാൻ പറയത്തില്ല 2 മണിക്കൂറൊന്നും കുത്തിയിരുന്ന് പഠിച്ചിരിക്കും, അതൊരു പ്രയോജനമില്ല. അതിനേക്കാളും നല്ലത് നമ്മൾ ഹായ് ഷഫ്ന ചെറിയ ഷോർട്ട് സ്നിപ്പറ്റ്സ് പഠിക്കുന്നതാണ്. ആർ കെ നാരായണൻ്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സും ഭയങ്കര സൂപ്പർ പുസ്തകമാണ്. ഇതിൻ്റെ ഭാഷ കുറച്ച് കടുപ്പാണ് കേട്ടോ, പക്ഷേ നല്ല രസമാണ്. കുഞ്ഞായിട്ട് വായിക്കാൻ നല്ലതാണ്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ നല്ല പുസ്തകങ്ങളല്ലേ. സ്വാമിക്ക് 10 വയസ്സാണ്. ഇതിനിടയ്ക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബുക്ക് ഇൻ 10,000. 10,000 ഒരു പുസ്തകമാണെന്ന് ഗ്രഹാം ഗ്രീൻ എഴുതിയിട്ടുണ്ട്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആർ കെ നാരായണൻ്റെ മനോഹരമായൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളുണ്ട്. ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഡാർക്ക് റൂം, ദ ഇംഗ്ലീഷ് ടീച്ചർ, ദ ഫൈനാൻഷ്യൽ എക്സ്പേർട്ട്, വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ, ദ ഗൈഡ്. പിന്നെ മാൽഗുഡി ഡേയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വെരി ഫേമസ്. അണ്ടർ ദ ബാനിയൻ ട്രീ ആൻഡ് അതർ സ്റ്റോറീസ്. പിന്നെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, മൈ ഡേയ്സ്. കുഴപ്പമില്ല കേട്ടോ വിനോജ്, എത്തിയല്ലോ വായിക്കുകയാണെങ്കിലും. പിന്നെ 365 ഡേയ്സ് ഓഫ് വണ്ടർ നമ്മൾ എപ്പോഴും വായിക്കാറുള്ളതാണ്. നോക്കട്ടെ, ഞാൻ ഒരെണ്ണം വായിക്കാം, നല്ലത് ഒരു ചിലത്. ഓക്കെ. ടു മീ എവറി അവർ ഓഫ് ദ ഡാർക്ക്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഈസ് എ മിറക്കിൾ. എവറി ഇഞ്ച് ഓഫ് സ്പേസ് ഈസ് മിറക്കിൾ. വോൾട്ട് വിറ്റ്മൻ എഴുതിയതാണ്. എനിക്ക് എവറി അവർ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഈസ് എ മിറക്കിൾ. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും എല്ലാ മണിക്കൂറുകളും ഒരു അത്ഭുതമാണ്. എവറി ഇഞ്ച് ഓഫ് സ്പേസ് ഈസ് എ മിറക്കിൾ. സ്പേസിൻ്റെ ഓരോ ഇഞ്ചും, സ്പേസിൻ്റെ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിൻ്റെ അല്ലേ, ഓരോ ഇഞ്ചും ഒരു അത്ഭുതമാണ്, സേസ് വോൾട്ട് വിറ്റ്മൻ. How like an angel came I down, Thomas Traherne. I don't know who these people are, but nevertheless, I want to introduce you to a book that I recently found. Brilliant book. Hey Namita, glad to know that you have an English teacher with you. This is Neil Gaiman's Art Matters. This is amazing. എനിക്ക് എക്സ്ട്രാ അമേസിംഗ് ആയിട്ട് തോന്നിച്ചില്ലേ, ഞാനൊരു ഇച്ചിരി ഏറെ ഇലിസ്ട്രേഷൻ ഫാനാണ്. എനിക്കിങ്ങനെ ഇംപ്രോംപ്റ്റു റൈറ്റിംഗ് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഈസി പുസ്തകങ്ങൾ ഇഷ്ടമാണ്, ക്രിയാത്മകമായ പുസ്തകങ്ങൾ ഇഷ്ടമാണ്. അതിൽ ഈ ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. നീൽ ഗെയ്മൻ പറയാൻ, ദ വേൾഡ് ഓൾവേസ് സീംസ് ബ്രൈറ്റർ വെൻ യു ജസ്റ്റ് മെയ്ഡ് സംതിങ് ദാറ്റ് വാസന്റ് ദെയർ ബിഫോർ. മുൻപിൽ ഇല്ലാതിരുന്നൊരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ലോകം കുറച്ചുകൂടി പ്രകാശമയമായി തോന്നും. അമേസിംഗ് റൈറ്റ്. പിന്നെ പറയുന്നുണ്ട്, ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കിൽ ആൻ ഐഡിയ ബിക്കോസ് ഐഡിയാസ് ആർ ഇൻവിസിബിൾ ആൻഡ് കണ്ടേജിയസ്, ദേ മൂവ് ഫാസ്റ്റ്. ഒരു ഐഡിയയെ കൊല്ലാൻ പ്രയാസമാണ്, കാരണം ഐഡിയ ഇൻവിസിബിൾ ആണ്, പിന്നെ കണ്ടേജിയസ് ആണ്, പകരും. ആൻഡ് ഐഡിയ വളരെ സ്പീഡിൽ പോകും, ഇറ്റ് മൂവ്സ് ഫാസ്റ്റ്. ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ സെറ്റ് യുവർ ഓൺ ഐഡിയാസ് അഗെയിൻസ്റ്റ് ഐഡിയാസ് യു ഡിസ്ലൈക്ക്. അതായത് നമുക്കിഷ്ടമില്ലാത്ത ഐഡിയക്കെതിരായിട്ട് നമ്മുടെ ഐഡിയാസിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ദാറ്റ് യു ഷുഡ് ബി ഫ്രീ ടു ആർഗ്യൂ. നിങ്ങൾ എന്തിനു ഫ്രീ ആയിരിക്കണം എന്നറിയാമോ? യു ഷുഡ് ബി ഫ്രീ ടു ആർഗ്യൂ, എക്സ്പ്ലെയിൻ, ക്ലാരിഫൈ, ഡിബേറ്റ്, ഒഫെൻഡ്, ഇൻസൾട്ട്, റേജ്, മോക്ക്, സിങ്, ഡ്രാമറ്റൈസ് ആൻഡ് ഡിനൈ. എന്തൊക്കെയാണ്? ആർഗ്യൂ, വഴക്കുണ്ടാക്കാൻ പറ്റണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ക്ലാരിഫൈ ചെയ്യണം, നമ്മൾ സംശയം ചോദിച്ച് മനസ്സിലാക്കണം, ഡിബേറ്റ് ചെയ്യണം, ഒരു സംവാദത്തിൽ ഏർപ്പെടണം, ഒഫെൻഡ് ചെയ്യണം. ഞാനൊരു പറയുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല, നിങ്ങളെ ഞാൻ ഒഫെൻഡ് ചെയ്യും. ഇൻസൾട്ട് ചെയ്യണം, റേജ് വല്ലാണ്ട് ദേഷ്യം ഉണ്ടാവണം, മോക്ക് കളിയാക്കണം, സിങ് പാടണം, ഡ്രാമറ്റൈസ് വലിയ ഡ്രാമയാക്കണം. ഞാൻ ഇച്ചിരി ഡ്രാമറ്റൈസ് ചെയ്യാറുണ്ട്. ആൻഡ് ഡിനൈ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാം.
ഡിനൈ ചെയ്യണം. Okay, I do not believe that burning, murdering, exploding people, smashing their heads with rocks to let the bad ideas out, drowning them or defeating them will work to contain ideas you do not like. ആൾക്കാരെ തല്ലിക്കൂട്ടി അടിച്ച് ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഐഡിയാസ് ഒതുക്കി വയ്ക്കാൻ കഴിയില്ല എന്ന്. Ideas spring up where you do not expect them, like weeds, and are difficult to control. ഐഡിയാസ് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ വീഡ്സ് പോലെയാണ്, നമ്മളിങ്ങനെ കള പോലെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് അത് സ്പ്രിങ് അപ്പ് ചെയ്യുകയും അതിനെ എടുത്തു കളയാൻ പ്രയാസമാവുകയും ചെയ്യും. അങ്ങനെ ഒരു രസമുള്ള, വളരെ രസമുള്ളൊരു പുസ്തകം മേക്കിംഗ് എ ചെയർ എന്ന് പറഞ്ഞൊരു, ദാറ്റ്സ് ഗുഡ് ടു നോ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ, ഗുഡ് ടു നോ ഓൾസ്. മേക്കിംഗ് എ ചെയറിനെ എഴുത്തുകാരൻ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയുമ്പോൾ, ടുഡേ ഐ ഇൻറ്റെൻറ്റഡ് ടു ബിഗിൻ ടു റൈറ്റ്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണ്, ഇന്ന് എഴുതണമെന്നാണ്. ഇൻറ്റെൻറ്റ്, INTEND, ഇതിൽ ഇൻറ്റെൻറ്റഡ് എന്നാണ്, INTEND. അത് എനിക്ക് ഇൻറ്റെൻറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഐ ഇൻറ്റെൻറ്റ് ടു ലേൺ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, വിൽ യു കം ഓൺ ലൈവ്, വിൽ യു കം ഓൺ എ ലൈവ് എവറി ഡേ, വിൽ യു കം ഓൺ എ ലൈവ് ഡെയിലി എന്നാ പറയേണ്ടത്. സ്റ്റോറീസ് ആർ വെയിറ്റിംഗ് ലൈക്ക് ഡിസ്റ്റന്റ് തണ്ടർസ്റ്റോംസ്. ദൂരെയുള്ള തണ്ടർസ്റ്റോംസിൻ്റെ മലയാളം എന്താണ് ഭഗവാനെ? തണ്ടർസ്റ്റോംസിൻ്റെ മലയാളം പറഞ്ഞു തന്നെ. ഇടിമിന്നലായിട്ട് അല്ലേ, ഇടിമിന്നൽ ആയിട്ട് തണ്ടർസ്റ്റോംസ്, ഇടികൂടിയ മഴ. ഐ ഇൻറ്റെൻഡ് ടു ലീവ്. അനീഷ്, ഇടിമിന്നൽ പോലെ കഥകൾ ദൂരെ കാത്തിരിക്കുകയാണ്. ഗ്രംബ്ലിങ് ആൻഡ് ഫ്ലിക്കറിങ് ഓൺ ദി ഹൊറൈസൺ. ഗ്രംബ്ലിങ് ഇങ്ങനെ കുറുകത്തില്ലേ ഇടിമിന്നൽ, ഫ്ലിക്കറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നുക. ഗ്രംബ്ലിങ് കണ്ടോ, ഗ്രംബ്ലിങ് ഫ്ലിക്കറിങ് ഓൺ ദ ഗ്രേ ഹൊറൈസൺ. ഈ സെൻറ്റൻസ് ഒക്കെ കൂടി വായിക്കാം, ശ്രദ്ധിക്കണേ, ഇതിലെ വാക്കുകൾ നല്ലതാണ്. മാത്രമല്ല ഈ ഗ്രംബ്ലിങ് ഫ്ലിക്കറിങ് ഒക്കെ എക്സ്പ്രഷനിലൂടെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇടിമിന്നൽ, താങ്ക് യു. അങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മളിത് ഇങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ചിന്തിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ടുഡേ ഐ ഇൻറ്റെൻറ്റഡ് ടു ബിഗിൻ ടു റൈറ്റ്. ടുഡേ ഞാൻ എന്താണ്, ഐ ഇൻറ്റെൻറ്റഡ് ടു, ഞാൻ ആഗ്രഹിച്ചു എന്തിനാണ് എഴുതി തുടങ്ങാനായിട്ട്. സ്റ്റോറീസ് ആർ വെയിറ്റിംഗ് ലൈക്ക് ഡിസ്റ്റന്റ് തണ്ടർസ്റ്റോംസ്. കഥകൾ എന്തായിട്ടാണ് ഇരിക്കുന്നത്, ദൂരെ ഡിസ്റ്റൻസിൽ ഇടിമിന്നൽ പോലെ ഇരിക്കുകയാണ്. ഗ്രംബ്ലിങ് ആൻഡ് ഫ്ലിക്കറിങ് ഓൺ ദ ഗ്രേ ഹൊറൈസൺ. ആൻഡ് ദെയർ ആർ ഇമെയിൽസ് ആൻഡ് ഇൻട്രൊഡക്ഷൻസ്. പിന്നെ എന്താണ്, ഇമെയിൽസിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഉണ്ട്. ആൻഡ് ബുക്ക്, ഒരു പുസ്തകമുണ്ട്. എ ഹോൾ ഡാം ബുക്ക്, ഒരു മുഴുവൻ പുസ്തകമുണ്ട്. അബൌട്ട് എ കൺട്രി ആൻഡ് എ ജേർണി ആൻഡ് ബിലീഫ്. എന്തിനെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ചും ഒരു യാത്രയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും. ആൻഡ് ഐ എം ഹിയർ ടു റൈറ്റ്. സോ ദിസ് ഈസ് എ ലവ്ലി ബുക്ക്. ഇങ്ങനെ രസമുള്ള കാര്യമാണ്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. പിന്നെ ഇച്ചിരി ആർട്ട് ഓറിയൻറ്റേഷനിലുള്ളതാണ്. സോ എനിവേ, സോ ദിസ് ഈസ് ജസ്റ്റ് if you are someone who like illustrations by Chris Riddle and the book by Neil Gaiman, very good thoughts, very sweet. എന്താണ് ഈ ആൽക്കമിസ്റ്റിനോടുള്ള പ്രണയം? 400 റുപ്പീസിൻ്റെ ബുക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും യു ഗെറ്റ് ഇറ്റ് ഫോർ എ ബെറ്റർ ഡീൽ. ഇപ്പോഴൊന്നും കിട്ടത്തില്ല, അവശ്യസാധനമായിട്ടില്ല, പക്ഷേ മേ ബി എ ലിറ്റിൽ ലേറ്റർ. ഓൾസോ ഗൂഗിൾ upon it. So that was 33 minutes. My life is going a little longer. 10-15 മിനിറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യണം എന്നാണ് എപ്പോഴും വിചാരിക്കുന്നത്. But we end up having a very long chat. So I hope you have been able to pick up a few sentences today. എന്താണ് ആൽക്കമിസ്റ്റിനോടുള്ള പ്രണയം എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്കൊരു ഓവർവ്യൂ ചെയ്യാം. വലിയ പുസ്തകമാണ്, അത് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചെറിയ പുസ്തകങ്ങൾ ഞാൻ തപ്പിയെടുക്കുന്ന വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഭാഷ പഠിക്കണം എന്നുള്ളവർക്കും ബുക്ക് ഇഷ്ടമുള്ളവർക്കും വൊക്കാബുലറി ബിൽഡ് ചെയ്യണം എന്നുള്ളവർക്കും സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കണം എന്നുള്ളവർക്കും ഉച്ചാരണം ശ്രദ്ധിക്കണം എന്നുള്ളവർക്കും ഒക്കെ പ്രയോജനം ചെയ്യും. പിന്നെ നല്ല സ്ട്രെയിനാണ്. വലിയ പുസ്തകമൊക്കെ വായിച്ചാൽ ഞാൻ മരിച്ചു വീഴും ഇവിടെ. അദ്വിക ഇന്ന് ലൈവിൽ വരുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്ക്. ഞാൻ അദ്വികയോട് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ചിൽഡ്രൻ ഹാവ് ദിയർ ഓൺ മൈൻഡ് അല്ലേ. ഐ ഡോണ്ട് പുഷ് എനിബഡി ടു ഡു എനിത്തിങ്. ഐ ഓൾവേസ് എൻകറേജ് ഹർ ടു ഡു തിങ്സ്. ഷീ ഈസ് നെവർ പുഷ്ഡ് ടു. സോ if she picks up and thank you Ronnie, decides to come in, she will. Thank you so much for all your love. എനിക്ക് വളരെ worthwhile ആയിട്ട് തോന്നും ഈ ക്വാറന്റൈൻ പീരിയഡ്. എനിക്ക് തോന്നും ഇത്രയും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഡെയിലി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ. രാത്രി പുസ്തകം വായിക്കണം, ഏതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഗുഡ് നൈറ്റ് ബുക്ക് കൂടി വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇതുവരെ പറ്റിയില്ല. പറ്റുന്ന ദിവസങ്ങളിൽ അത് ചെയ്യാം. Because I firmly believe in making the most of everything.
മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറിത്തിങ്. എന്ത് ചെറിയ അവസരമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ ദിശയിലേക്ക് നമ്മൾ നീങ്ങുക. ദ ഓൺലി വൺ തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇസ് ചേഞ്ച്. മാറ്റം അനിവാര്യമാണെന്ന് പറയില്ലേ? ചേഞ്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് എത്ര ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എത്ര കസ്റ്റംഡ് ആവാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ചുണ്ടല്ലോ, നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, ആൾക്കാർ നമ്മളെ കളിയാക്കുന്നു, നന്നായി അറിയില്ല, അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. മലയാളിയുടെ എക്സ്ട്രാ പ്രശ്നമാണല്ലോ. നിങ്ങളൊരു പുസ്തകം എടുത്തിട്ട് പുസ്തകത്തിൻ്റെ സെൻറ്ററിൽ നിങ്ങളുടെ പേരെഴുതുക. എന്നിട്ട് 4 ചുറ്റും എഴുതി കൂട്ടുക. ആദ്യം ഒരു കോളം വയ്ക്കുക, അതിനുള്ളിൽ എഴുതണം എത്ര പേരാണ് എന്നെ ജഡ്ജ് ചെയ്യുന്നത്, എത്ര പേരാണ് എന്നെ ജഡ്ജ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ചുറ്റളവിലുള്ളവരും അതിന് പുറത്തുള്ളവരും, 2 കൂട്ടരുണ്ടാവുമല്ലോ. നമുക്ക് സുഹൃത്തുക്കളും ഉണ്ടാവും, അക്വൈൻറ്റൻസും ഉണ്ടാവും, നമുക്ക് പരിചയമുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നർ സർക്കിളിൽ വരുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, നമ്മുടെ ശത്രുക്കൾ, ഇവരൊക്കെ ശത്രുക്കളാണല്ലോ നമുക്ക് ഏറ്റവും പ്രശ്നം. അവരുടെ ഫ്രണ്ടിലാണല്ലോ നമ്മൾ തോൽക്കാൻ പാടില്ലാത്തതല്ലേ. എനിവേസ്, നിങ്ങളെ പ്ലോട്ട് ചെയ്യണം. ഈ ഫസ്റ്റ് സർക്കിളിനുള്ളിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ തെറ്റ് മനസ്സിലാക്കുന്ന, നിങ്ങൾ നല്ലതാണെന്നോ ചീത്തയാണെന്നോ സൂപ്പറാണെന്നോ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ പേര് എഴുതുക. പിന്നെ പുറത്ത് ഈ ജനറലി നമ്മൾ പോകുമ്പോൾ കടയിൽ കാണുന്ന ചേട്ടൻ, നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചി, അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് അപ്പുറത്തെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ട്രെയിനിൽ കാണുന്ന ആൾ, നമ്മൾ റോഡിൽ കാണുന്ന ആൾ, അങ്ങനെയുള്ള ആൾക്കാരില്ലേ, ഇതെഴുതുക. നിങ്ങളൊന്ന് എണ്ണിയിടൂ. ഈ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ ഔട്ടർ സർക്കിളിലുള്ള ആൾക്കാരെ നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് പ്രധാനമാണ്. യു റൈറ്റ് ദിസ് ഡൗൺ. എന്നിട്ട് നിങ്ങൾ നോക്കൂ എത്ര പേരുണ്ടെന്ന്. ഐ വിൽ ബെറ്റ്, ഞാൻ നിങ്ങൾക്ക് ബെറ്റ് വെക്കാം, 100-ൽ താഴെ ഉണ്ടാവുള്ളൂ നമ്മൾ പറയുന്ന നമ്മൾ നിത്യേന ഇടപഴകുന്ന ആൾക്കാർ, വല്ലപ്പോഴും കാണുന്നവരല്ല. 50 ഉണ്ടെങ്കിൽ ഭാഗ്യം. ഈ 50 പേർക്കോ 100 പേർക്കോ പോട്ടെ, 200 പേരുടെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നന്നായി കൊണ്ടുപോകാത്തത്. അതായത്, is it these 50 or 100 people who influences or decides what you do? This you are you, I am me, right? നമ്മൾ ജനിച്ചത് നാട്ടിലാണ്, കേരളത്തിലാണ്. സ്വാഭാവികമായും നമ്മുടെ ഭാഷയിൽ, ഞാൻ ക്ലോക്ക് പറയാൻ വേണ്ടി ഇച്ചിരി ചെയ്തുകൊണ്ടില്ലേ, ഇച്ചിരി ഉച്ചാരണക്കുറവൊക്കെ ഉണ്ടാവും. മലയാളം വളരെ നന്നായിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്. പിന്നെ നമ്മുടെ ബൈ നേച്ചറാണ്, നമ്മൾ കേരളത്തിന് ഇങ്ങറ്റത്തില്ലല്ലേ, നമ്മൾ ഒരുപാട് ഭയങ്കര മെട്രോ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലീനിയറായിട്ട് ചിന്തിക്കും. പക്ഷേ ഈ 50 പേർക്കും 100 പേർക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങൾ കളയേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇവരുടെ ജഡ്ജ്മെൻറ്റിന് എന്താണ് പ്രസക്തി? 2 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഇവർ ഈ പറയുന്നതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, നമ്മൾ പേഴ്സണലി ഇമ്പ്രൂവ് ചെയ്യുക. അല്ലേ, ഞാൻ ഈ ചാനലിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ തന്നെ എന്തോരം തെറ്റ് വരുത്തുന്നുണ്ട്, ഗ്രാമറിൽ തെറ്റ് വരുത്തുന്നുണ്ട്. എനിക്ക് ഒത്തിരി പേര് കൈൻഡ്ലി കറക്റ്റ് ചെയ്യുന്നുണ്ട്, സെയിം വൺ ഉൾപ്പെടെ. ഉച്ചാരണത്തിൽ ഹായ് നിഖിൽ തെറ്റ് വരുന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ഡു ഇറ്റ്. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. ദാറ്റ്സ് വൺ തിങ് വി ഹാവ് ടു ലേൺ. വി ഷുഡ് ഓൾവേസ് very clearly think about what is more important. What is more important is that you are able to follow your dreams. Do what you like to do. Do what you love to do. Don't let other people tell you what to do and what not to. Okay? So, ചുമ്മാണ്ട് നമ്മൾ മലയാളീസ് ഭയങ്കര സൂപ്പറാണ്. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു, മലയാളി സൂപ്പറാണ്, എക്സെപ്ഷണലി കേപ്പബിൾ ആണ്. കുറച്ചൊന്ന് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിത്തിങ് ഈസ് പോസിബിൾ. ആൻഡ് നമുക്ക് പ്രകൃതിയുടെ വലിയൊരു കൈത്താങ്ങുമുണ്ട്. എനിവേ, ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകും. ബട്ട് താങ്ക് യു സോ വെരി മച്ച് ഫോർ ഷെയറിങ് യുവർ തോട്ട്സ്. താങ്ക് യു സോ വെരി മച്ച് ഫോർ ബീയിങ് ദെയർ. താങ്ക് യു സോ വെരി മച്ച് ഫോർ ഗിവിങ് മീ ദ മോട്ടിവേഷൻ ടു ഡു മോർ. കണ്ണാടി കാണിച്ചു തരാം, ഇവിടെ നിന്ന് പുറത്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ലെറ്റ് ബി വിത്ത് മീ. സോ some things you don't want to always disclose, so let it be with me. Maybe one day I will give you all an overview. Okay, but take care, love you all, stay safe, eat well, read ഒരു വരിയെങ്കിലും. ഈ സൂര്യ ഇത്ര നേരം വെച്ചല്ലേ, അതിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് വായിക്കാൻ വിചാരിച്ചേക്കും കേട്ടോ. ഗുഡ് ടു നോ ദാറ്റ് യു ആർ ഇൻ ട്രാൻഡ്രം. സോ ദിസ് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞില്ലേ മിറർ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നപ്പോൾ തന്നെയാണ്. അത് വേറൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഞങ്ങൾ ആ പടം ഞങ്ങൾ ഒരിടത്ത് പോയപ്പോൾ മേടിച്ചതാണ്. ആ കുഞ്ഞ് സ്റ്റാൻഡ് അച്ഛൻ ഉണ്ടാക്കിയതാണ്.
ഇത് ഒക്കെ എനിക്കിഷ്ടമുള്ള ചെടികൾ. ഇതൊരു പഴയ പെട്ടിയാണ്. പെട്ടീൻ്റെ അടിയിലുള്ള ഒരു വുഡൻ ബോക്സിങ് അച്ഛൻ പറഞ്ഞ ചേച്ചി അച്ഛൻ പണ്ട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറേയൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ കളഞ്ഞു. അത് വെറുതെ ഒരു ഡ്രിഫ്റ്റ് വുഡ്, ഭംഗിയുള്ളൊരു ഗ്ലാസ് പൊട്ടിപ്പോയ സങ്കടം മാറ്റാൻ ഞാനവിടെ വെച്ചത്. ഇതൊരു ബോൺസായി ഞാനൊരു 5 എണ്ണം വാങ്ങിച്ചതിൽ ആകപ്പാടെ ജീവനോടെ ബാക്കിയുള്ളത്. ഈ പെട്ടി ഒരു മിനിറ്റ്, ഈ പൂർന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. 10-60 വർഷം പഴക്കമുണ്ടാവും. പുള്ളിക്കാരത്തി ഇപ്പോൾ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കല്യാണത്തിന് കിട്ടിയ ഒരു കണ്ണാടി. ബാക്കിലിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഈ മെറ്റൽ ഈ സാധനം ഉണ്ടാക്കാൻ വന്ന ചേട്ടൻ്റെ ബുദ്ധിപരമായ ഒരു സ്റ്റാൻഡാണ്. പുള്ളി സൂപ്പറാണ്. ഇവിടെ നിന്നിട്ടുള്ള മനോഹരമായ വ്യൂ ഇതാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ. ഒരുപാട് സമാധാനം തോന്നും ഇപ്പോൾ ഒന്നുകൂടി, കാരണം ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഇത് എൻ്റെ മേക്ക് ഷിഫ്റ്റ് സ്റ്റാൻഡ്. ഇതിലാണ് ഫോൺ വെച്ചിരുന്നത്. ഇനിയും ഉണ്ട് കണ്ടോ, ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അച്ഛൻ ഉണ്ടാക്കിയൊരു സ്റ്റാൻഡാണ്. അച്ഛൻ തന്നെ താമരയിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. കുറേ കാലം ഇത് പുറത്തൊക്കെ കിടന്നു. അമ്മ എടുത്ത് അടുപ്പിൽ വെക്കാത്തത് ഭാഗ്യം. പിന്നെ നമ്മളിപ്പോൾ അതിലൊരു ചെടിച്ചട്ടിയൊക്കെ വെച്ച് രസാക്കിയിട്ടുണ്ട്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യനെറ്റിന്ന് AC വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. കണ്ടോ, അതിലിപ്പോൾ ഒരു ചെടി വെച്ചിരിക്കുന്നു. ഇത് ഇടയ്ക്ക് ഇതുപോലെ ബോർഡ് അടിച്ചപ്പോൾ ഞാനിരുന്ന് വരച്ചാണ്. ഇത് ട്രേസ് ചെയ്തെടുത്താണ്. നമ്മൾ മറ്റേ എന്താ പറയുക, ബ്ലൂ പേപ്പർ ട്രേസ് ചെയ്തെടുത്താണ്. ഹാഫ് ഡൺ ആണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവദോഷമുണ്ട്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഇത് രാജസ്ഥാനിൽ പോയപ്പോൾ മേടിച്ചത്. ഇതെൻ്റെ ഒരു സുഹൃത്ത് തന്നത്. ഇത് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ തൂക്കിയിട്ട് ഇത് മാത്രം ഇവിടെ അകപ്പെട്ടു പോയത്. ഇത് വീണ്ടും അച്ഛനുണ്ടാക്കിയ ഒരു സ്റ്റാൻഡിൻ്റെ ബാക്കിയാണ്. ചെന്നൈയിൽ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ കുതിരയുടെ, അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഹോഴ്സ് ഷൂ ആണ്. മൈൻഡ് ഫ്രഷ് ആവാൻ മോർണിംഗ് ഇവിടെ മതിയാവും. അതെ, ഇത് ഞാനും അഞ്ജു ഇല്ലേ ഡാൻസ് കളിക്കുന്നത്, ഞങ്ങൾ ചാലയിലൊരു കടയിൽ പോയപ്പോൾ മേടിച്ചത്. ഇത് ഇവിടെ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് തായ്ലൻഡിൽ പോയപ്പോൾ മേടിച്ചിട്ട് വന്നത്. ഇത് ഞാനും അച്ഛനും കൂടി തട്ടിക്കൂട്ടി വെച്ച ചെറിയ സാധനം. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു പഴയ മനോഹരമായ ഒരു കുപ്പി. ഓൾമോക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല ലൈറ്റൊന്നും വളരില്ല. ഈ ബാൽക്കണിയിലിരുന്ന പരമാവധി ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇവിടെ ഇരുന്നാണ് രാവിലെ ഇതിവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്നാണ് ഞാൻ ചായ കുടിക്കുക. ഇത് ഇതിൻ്റെ പേര് മറന്നുപോയി. ഇത് ഇച്ചിരി പൊക്കമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇത് ഞാൻ 200 രൂപയ്ക്ക് ഒരു കുഞ്ഞു ചെടിയായിട്ട് ഇത്രയായിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് എപ്പോഴും പൂക്കും, എപ്പോഴും പൂത്തിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഭയങ്കര സ്നേഹമാണ്. ഏഷ്യാനെറ്റിൽ പണ്ട് AC ഒത്തിരി വർഷമായി, ഒരു 15-20 വർഷമായി. ഇത് നമുക്കറിയാമല്ലോ, ഇത് അച്ഛനുണ്ടാക്കിയ സ്റ്റാൻഡാണ്. അച്ഛൻ്റെ നിന്നാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ചെയ്യാനും ഒക്കെ പഠിച്ചത്. അല്ല, അക്വാട്ടിക്ക എന്നുള്ളത് വേറെ എന്തുവാണ് പേര്, സാധാരണ പേരാണ്. ഇതും അച്ഛനുണ്ടാക്കിയതാണ് ഈ സ്റ്റാൻഡ്. ഈ നടരാജ വിഗ്രഹം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഞങ്ങളുടെ ഒരു പഴയ അലമാരി. എനിക്ക് പഴയ അലമാരി, പഴയ സാധനങ്ങൾ, തടിയിലെ സാധനങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. ഇത് മോമോസ് മൂത്രം ഒഴിച്ചത് കൊണ്ട് 2 വട്ടം കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന ബീൻ ബാഗ്. ഇത് ഇവിടുത്തെ വന്ന ചേട്ടായി ഭയങ്കര ക്ലെവറാണ്. അങ്ങനെ നമ്മളത് സ്റ്റാൻഡായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ നല്ലതായി. ഇത് മോമോസ്, കിടക്കാത്ത മോമോസിൻ്റെ കൂട്. അങ്ങനെ എനിവേസ്, അപ്പോൾ ഇന്നത്തെ ഉഷാറായില്ലേ? ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ പ്രയോജനമില്ല കേട്ടോ. നന്നായിട്ട് ചൂടെടുക്കുന്നു. സോ സ്റ്റേ സേഫ്. ഹോപ്പ്ഫുള്ളി Advika will come on a live. Love you all and take care. Bye.